സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പോരിൽ അതിനിർണായക ചർച്ച ഡൽഹിയിൽ നീളുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച ഇന്ന് രാത്രി ഉണ്ടാകുമോ എന്നതിൽ അവ്യക്തതയുണ്ട്. KPCC മുൻ അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും രാഹുൽ ഗാന്ധി കണ്ടു. VM സുധീരൻ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച പുരോഗമിക്കുന്നു. ഇതുവരെ കൂടിക്കാഴ്ച നടത്തിയവരിൽ ഭൂരിപക്ഷവും KC-ക്കൊപ്പമാണ്. പ്രഖ്യാപനം വൈകരുതെന്ന നിർദ്ദേശം സോണിയാഗാന്ധി നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ശരത്ലാലുണ്ട്. ശരത്ത്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച സൂചനകൾ പ്രകാരം മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിലവിലെ സാഹചര്യങ്ങളിൽ അത് എത്രത്തോളം സാധ്യതയുണ്ട്, അതിന് എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? ശരത്. അരണ്യ, ചർച്ചകൾ അനന്തമായി നീളുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇത്തരമൊരു പ്രഖ്യാപനത്തിലുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 9 മണി കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ വളരെ അത്യപൂർവമായി മാത്രമേ മല്ലികാർജ്ജുന ഖർഗെ സാധാരണയായിട്ട് ഒരു യോഗത്തിന് ഇരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് തന്നെ അത്തരമൊരു ചർച്ച ഇന്ന് നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് പറയേണ്ടി വരും. അതിലെ പ്രധാന കാരണം രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ തിരിച്ചെത്തിയത്. CBI ഡയറക്ടർ തീരുമാനിക്കാനുള്ള പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ്, ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി എന്നിവരുടെ യോഗത്തിലായിരുന്നു. അതിൽ തൻ്റെ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തിയിട്ട് അല്പസമയമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 8 മണി മുതൽ VM സുധീരൻ ഇവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ VM സുധീരന്മാരുടെ കൂടിക്കാഴ്ച തുടരുകയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഞാനിപ്പോൾ 10-ാം നമ്പർ ജനപദിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ കൂടിക്കാഴ്ച കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞാൽ VM സുധീരൻ പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അപ്പോൾ ഒരു വ്യക്തത നമുക്കുണ്ടാവും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഖാർഗെ കൂടിക്കാഴ്ച ഇന്നില്ല എന്ന സൂചനയാണ് 10-ാം നമ്പർ ജനപദിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 11:30 മണിക്ക് തുടങ്ങിയ രാഹുൽ ഗാന്ധി തുടങ്ങിയ യോഗമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് കൂടിക്കാഴ്ചക്ക് രാഹുൽ ഗാന്ധി വിളിച്ചത്. പിന്നെ മുൻ KPCC പ്രസിഡന്റ് MP-യുമായ സുധാകരൻ, പിന്നെ അതിനുശേഷം MM ഹസൻ, അതിനുശേഷം K മുരളീധരൻ എന്നിവരെ ചർച്ചയ്ക്ക് ശേഷം ഇവരെയൊക്കെ ചർച്ച ചെയ്ത ശേഷമാണ് 3 വർക്കിംഗ് കമ്മിറ്റികൾ വർക്കിംഗ് പ്രസിഡന്റുമാരുമായിട്ട് ചർച്ച നടത്തിയത്. അതായത് അനിൽകുമാർ, അതേപോലെ തന്നെ വിഷ്ണുദാസ്, അതേപോലെ ഷാഫി പറമ്പിൽ. അതിനുശേഷം ഇപ്പോഴാണ് 8 മണിക്കാണ് VM സുധീരന് സമയം അനുവദിച്ചത്. എന്നാൽ VM സുധീരൻ്റെ കൂടിക്കാഴ്ച 9 മണിക്ക് നീളുകയായിരുന്നു. അതിനുശേഷം എന്തായിരിക്കും കാര്യങ്ങൾ എന്ന കാര്യത്തിൽ നമുക്ക് ഏകദേശ ധാരണ വരും. VM സുധീരൻ പുറത്തു വന്നാൽ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് ലഭിക്കും. നിലവിലുള്ള വിവരമനുസരിച്ചിട്ട് ഇന്ന് രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ ഖാർഗെയുമായ ഒരു കൂടിക്കാഴ്ചക്ക് സാധ്യത വിരളമാണ് എന്നുള്ളതാണ്. ഒരു കാര്യം, ചർച്ചകൾ അനന്തമായി നീളുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്തത്? നേരത്തെ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് നേരത്തെ ഇന്ന് രാവിലെയുള്ളത് നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു. പിന്നീട് ഇന്ന് രാത്രി ഉണ്ടാകുമെന്നറിഞ്ഞു. അതോടുകൂടി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മുൻ അധ്യക്ഷന്മാരൊക്കെ നാളെ എടുത്ത ടിക്കറ്റ് ഇന്നേക്ക് മാറ്റി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. ഏറ്റവും ഒടുവിൽ 11 മണിയുടെ വിമാനത്തിൽ K മുരളീധരൻ തിരിച്ചു പോകുന്നു. ഇപ്പോൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഇവിടെ ചർച്ചയ്ക്കെത്തിയവരിൽ ഭൂരിപക്ഷം, അതായത് വർക്കിംഗ് അധ്യക്ഷൻ 3 പേരുമാർ, KPCC വർക്കിംഗ് പ്രസിഡന്റ് 3 പേർ, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ MM ഹസൻ എന്നിവർ പൂർണ്ണതോതിൽ പിന്തുണ നൽകിയിരിക്കുന്നത് VD സതീശനല്ല, KC വേണുഗോപാലിനാണ്. എന്നാൽ K മുരളീധരൻ പരസ്യമായി VD സതീശന് പിന്തുണ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ടെലിഫോണിലൂടെ പിന്തുണ നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. AK ആന്റണി ടെലിഫോണിൽ സംസാരിച്ചു എന്ന കാര്യം, രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ചർച്ചകൾ അനന്തമായി നീളുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്നൊരു രാത്രി ഒരു തീരുമാനം വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രണ്യ, അതെന്തായാലും ചർച്ചകൾ അനന്തമായി ഇങ്ങനെ നീളുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം എപ്പോഴെന്നതിൽ കാത്തിരിപ്പ് നീളുന്നു. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.